കണ്ടോ, ധൈര്യത്തോടെ കാര്യം ചെയ്തപ്പോ രക്ഷപ്പെട്ടത്. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. ഈ ഡോഗി എന്ത് നല്ലതാ. താങ്ക് യു ഡോഗി. താങ്ക് യു ഫോർ സേവിങ് us. ഇംലി, ചുൾബുൾ. വീർ, എന്റെ കാല് മടങ്ങിപ്പോയി. കുറച്ചുനേരം ഇവിടെ റെസ്റ്റ് എടുക്ക്, പിന്നെ നമുക്ക് താഴേക്ക് പോവാം. ഇംലി, ദേ രാത്രിയായി. നമ്മൾ എത്രയും വേഗം ഇവിടുന്ന് പോയേ പറ്റൂ. ഇംലി, കരയാതെ. രാത്രി മുഴുവൻ ഈ പൂവിനകത്ത് ഇരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. ഈ രാത്രിയിലും നമുക്ക് വീട് വരെ എത്താൻ കഴിയില്ല. രാവിലെ ഈ പൂ വീണ്ടും തുറക്കുമ്പോ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈ പൂവ് കാണാൻ നല്ല രസമുണ്ടല്ലേ. നോക്കിക്കേ. അതെന്താ അത്? ബഹളം വെക്കാതെ, അതൊരു സ്പൈഡറാ. അത് ഇരയെ പിടിക്കാൻ ഇറങ്ങിയിരിക്ക. എനിക്ക് സ്പൈഡറിന്റെ ഡിന്നർ ആവണ്ട. മിണ്ടാതിരിക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും സ്പൈഡറിന് ഇന്ന് ഡിന്നർ ആവും. വേഗം ചിണ്ടുവിനെ വിളിക്കേ. അവന്റെ ഓർമ്മയെല്ലാം മാഞ്ഞുപോയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഉറപ്പായും ഇപ്പൊ ചിണ്ടു വന്നേനെ. ആ സ്പൈഡർ എന്തായാലും പോയി. ഇപ്പൊ ഉറങ്ങ്. എന്താ ചെയ്യണ്ടെന്ന് രാവിലെ ആലോചിക്കാം. ബോസ് ബോസ്, വീറിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതാ ഒടുവിൽ ജയിച്ചിരിക്കുന്നു. താങ്ക് യു മോന. ആ വീർ ഇതിനകത്ത് ഇല്ലല്ലോ. അവൻ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടോ. എന്താണാ ഇത്? നിന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കോടാ ചട്ടി തലയാ. പോയി അവനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്ക. അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. വീറും എംലിയും ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇവിടെ പാർക്കിലും അവരില്ല. ഇവര് രണ്ടുപേരും ഇത് എവിടെ പോയി? അപ്പൂപ്പൻ, ഇതെന്താ ഇത്? ഇത് വീറാണല്ലോ. വീര്, ഇംലി, ചുൾബുൾ ഇവരെങ്ങനെ ഇത്ര ചെറുതായി പോയത്? ഉറപ്പായും എന്തെങ്കിലും മാജിക് കാണിക്കുന്നതായിരിക്കും. പാവം സ്വയം കുടുങ്ങിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പൊ പണി തരാവേ. ഇടിക്കട്ടെ ഇടിക്കട്ടെ, മോ നോക്കി ഇടി തരട്ടെ. വേണോ? പറ പറ പറ, വേണോ? ബണ്ടി പ്ലീസ്, അപ്പൂപ്പനെ വിളിക്കേ. ബണ്ടി, ഞാൻ ഇപ്പോഴേ ഒരു ഡാൻസ് കളിക്കാൻ പോവാ. ഇന്ന് വീറിനെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കല്ലേ. ദേ ഇറങ്ങിയിരിക്കുന്ന ഒരു ഡിസ്കോ ഡാൻസർ. ഇവന്റെ വിചാരം എന്താണാവോ? മര്യാദക്ക് എന്റെ കൂടെ താഴേക്ക് വാടാ. അവിടെ നിനക്ക് ഒത്തിരി പണിയുണ്ട്. പറഞ്ഞാ കേക്ക്. മമ്മി മമ്മി മമ്മി, ഇതേ കണ്ടോ? വീര് ചെറുതായത് കണ്ടോ? ദേ ഒരു അടക്കയുടെ വലിപ്പം പോലും ഇല്ല. 1 ഇഞ്ച്. ദേ ഇവിടെ കണ്ടില്ലേ? നീ വാടാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. മര്യാദക്ക് വന്നു വാ. അമ്മേ, എന്നെ വിട്. ആദ്യമായിട്ട് ബണ്ടിയുടെ അമ്മയോട് താങ്ക്സ് പറയാൻ തോന്നുന്നത്. അങ്ങോട്ട് നോക്ക്, ആ പല്ലിത് ഇങ്ങോട്ടേക്കാ വരുന്നേ. ഓടിക്കോ. ഇംലിയെ ഭിത്തിയിലൂടെ കയറി റെയിലിംഗ്സിലൂടെ സ്ലൈഡ് ചെയ്യാം. അപ്പാ പലക്ക് നമ്മളെ പിടിക്കാൻ കഴിയില്ല. ഇംലി, ചുൾബുൾ വേഗം വേഗം വരൂ. അത് പിന്നാലെ ഉണ്ട്. ഇതെന്നെ കൊണ്ട് പോലും പറ്റാത്ത കാര്യമാണല്ലോ.
എത്ര സ്പീഡിൽ ഓടാൻ പറ്റോ അത്രയും സ്പീഡിൽ ഓടിക്കോ. ഈ വാക്യൂം ക്ലീനറിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ പാടാ. വീർ, രക്ഷിക്കണേ. ബോസ് പറഞ്ഞത് വീർ അവന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുമെന്നാണല്ലോ. പക്ഷെ അവൻ എപ്പോ വരുമെന്ന് മാത്രം പറഞ്ഞില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു കഴുത ജോഗിങ് ചെയ്യുന്നുണ്ടെന്ന്. ഹലോ, ഇനി എത്ര റൗണ്ടും കൂടെ ബാക്കി ഉണ്ടാവോ? അത് താഴെയുള്ള ഒരുത്തനെ അറിയത്തുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. ഇതെന്താ, എന്നെ വിളിക്കാതെ നിങ്ങൾ ഊഞ്ഞാലാടുകയാണോ? എനിക്കും ആടണം, എനിക്കും ആടണം. ഞാനുണ്ട് ഈ കളി കളിക്കാൻ. ഹായ്, നല്ല രസമുണ്ടല്ലോ. പക്ഷെ ഈ പൊസിഷൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞങ്ങള് ഊഞ്ഞാലാടൊന്നും അല്ല, ട്രീ റോബോട്ടിനോട് ഏറ്റുമുട്ടാ. അയ്യോ സോറി, എനിക്കത് അറിയില്ലായിരുന്നു. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? ഇതിനെ ഇവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോകണം. അപ്പ വേഗം വരൂ. ആ റോബോട്ട് ഭയങ്കര പവർഫുള്ളാ. വരൂ എമിലി. ഇനി നിനക്ക് രക്ഷയില്ല വീർ. ഇന്നാ പിടിച്ചോ. ട്രീ റോബോട്ട് ചെല്ലോ, എന്നിട്ട് ആ വീറിനെ പിടിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. അവൻ ട്രീ ഹൗസിലാണ് ഉള്ളത്. വേഗം ചെല്ലോ. വേഗം അത് തുറക്ക്. അപ്പൂപ്പ, ഇംലി, ചുൾബുൾ, താങ്ക് യു ഫോർ കമ്മിങ്. വരൂ വീർ. എല്ലാവരും നിലത്തേക്ക് കിടക്ക്. ട്രീ ഹൗസിൽ എന്തോ അപകടം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വേഗം വരൂ, സ്പേസ് ഷിപ്പ് കയറി നമുക്ക് ഇവിടെ നിന്ന് പോകാം. നിങ്ങളെല്ലാവരും അകത്തേക്ക് പോ. ഞാൻ പോയി സ്പേസ് ഷിപ്പ് തിരികെ കൊണ്ടുവരാം. അതിനെ വിട്ടേക്ക്, അത് ഒരുപാട് വലുതാണ്.
അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ചെല്ലി ചൊൽപ്പോൾ നിങ്ങൾ ചെല്ല്. പുറകിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്ക. ഇല്ല അപ്പൂപ്പ, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. വീർ, ഇനിയും ശക്തി ഉപയോഗിക്ക്. നിന്നെ കൊണ്ടതിന് സാധിക്കും വീർ. നിങ്ങൾ അവിടുന്ന് മാറിക്കോ. വീർ, അതിനെ വിട്ടേക്ക്. നിന്റെ ജീവൻ നീ അപകടത്തിലാക്കരുത്. Come on, Veer! Come on!